നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. സുനിൽ കനകോലുവിൻ്റേത് കരിനാക്കായിരിക്കുമെന്ന ഭയമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക്. കാരണം ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ UDFന് 60-61 സീറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് സുനിൽ കനകോലു കൊടുത്ത റിപ്പോർട്ടിലുള്ളതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പലരും രഹസ്യമായി പറയുന്നത്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരികയും കോൺഗ്രസ് അവിടെ നിഷ്പ്രഭമായി പോവുകയും ചെയ്തതിനെ തുടർന്ന് സംസ്ഥാനത്ത് കോൺഗ്രസിൽ ഉണ്ടായ ചില ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും ഇതിന് ബലം നൽകുന്നു. സുനിൽ കനകോലുവിൻ്റെ റിപ്പോർട്ടിൽ UDFന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ UDFന് 60-61 സീറ്റിനപ്പുറം പോകില്ല എന്നാണ് കനകോലു കൊടുത്ത റിപ്പോർട്ട് എന്നാണ് സ്ഥിരീകരിക്കാനാവാത്ത ചില വിവരങ്ങളുമായി കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. ഈ കനകോലുവിൻ്റെ കരിനാക്കായി മാറുമോ എന്നുള്ള ഭയമാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക്. എങ്ങനെ നോക്കിയിട്ടും 60 സീറ്റിനപ്പുറം പ്രവചിക്കാൻ ആർക്കും കഴിയുന്നില്ല. പിണറായി വിജയൻ പോലും കോൺഗ്രസിന് UDFന് പ്രവചിക്കുന്നത് 59-60 സീറ്റാണ് അത്രേ. മുസ്ലിം ലീഗിന് 23 സീറ്റ് ലഭിച്ചാൽ, ഇപ്പോൾ 15 സീറ്റാണുള്ളത്, അവർക്ക് 23 സീറ്റ് ലഭിച്ചാൽ പോലും 62 സീറ്റിനപ്പുറം UDFന് ലഭിക്കില്ല എന്നാണ് ലീഗുമായി ബന്ധപ്പെട്ട ചിലർ രഹസ്യമായി സമ്മതിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളും അതുതന്നെ പറയുന്നു. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് അടുത്തു വന്നപ്പോഴാണ് കോൺഗ്രസിന് ചില കാര്യങ്ങൾ മനസ്സിലായത്. ബൂത്ത് തലങ്ങളിൽ അല്ലെങ്കിൽ മണ്ഡലം തലങ്ങളിലൊന്നും കാര്യമായ രാഷ്ട്രീയ പ്രവർത്തനം, പാർട്ടി പ്രവർത്തനം നടത്തുന്നില്ല. പലരെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. പല ബൂത്തുകളിലും വോട്ടേഴ്സ് ലിസ്റ്റിൽ ആളുകളുടെ പേര് വെട്ടിമാറ്റുന്ന അവസ്ഥ ഹരിയാനയിലും ബീഹാറിലും മഹാരാഷ്ട്രയിലും പോലെ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. CPM തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് വോട്ടുകൾ വെട്ടിമാറ്റുകയോ അല്ലെങ്കിൽ പല വോട്ടുകൾ പല വാർഡുകളിലേക്കാക്കി മാറ്റുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനെയൊന്നും തടയാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. അപ്പോൾ കനകോലുവിൻ്റെ റിപ്പോർട്ട് പറയുന്നത് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, രാഷ്ട്രീയമായി കോൺഗ്രസിന് മേൽക്കൈ ഉണ്ടെങ്കിലും പക്ഷേ 60-62 സീറ്റിനപ്പുറം പോകുന്നൊരവസ്ഥ ഇപ്പോഴും ഇല്ല എന്നാണ് കനകോലു പറയുന്നത്. പല കോൺഗ്രസ് നേതാക്കളും ഇത് രഹസ്യമായി സമ്മതിക്കുന്നു. ലീഗ് നേതാക്കൾക്കും ഈ ബോധ്യമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ലീഗ് 23 സീറ്റ് പിടിച്ചാലും 64 നിൽക്കാനേ സാധ്യതയുള്ളൂ UDFൻ്റെ മൊത്തം അംഗബലം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ നവംബർ-ഡിസംബർ മാസത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം ആരംഭിച്ചപ്പോൾ കിട്ടുന്ന ഫീഡ്ബാക്കാണ് ഈ പറയുന്നത്. കനകോലു ഏതാണ്ട് ഒരു മാസത്തിന് ഉള്ളിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു റിപ്പോർട്ട്, ഈ ഒക്ടോബർ മാസം തന്നെ ഇത്തരത്തിൽ കനകോലുവിൻ്റെ ആൾക്കാർ നടത്തിയ സർവേയിലും ഏറെക്കുറെ ഇങ്ങനെ തന്നെയായിരുന്നു. ഒരു 60-62 സീറ്റുകളിലപ്പുറം നിലവിൽ UDF പോകാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഈ KPCCയുടെ പുനഃസംഘടനയൊക്കെ വേഗത്തിലാക്കണമെന്ന് 2 മാസം മുമ്പേ കനകോലു പറഞ്ഞിരുന്നു. താഴെത്തട്ടുള്ള DCC പ്രശ്നം മാറ്റുന്ന കാര്യമൊക്കെ വേഗത്തിലാക്കണം, കാരണം ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്, കേവല ഭൂരിപക്ഷത്തിലേക്ക് അടുക്കാൻ കഴിയുന്നില്ല എന്ന് കനകോലു റിപ്പോർട്ട് നൽകിയിട്ടാണ് കോൺഗ്രസ് നേതാക്കൾ പലരും നമ്മളോട് രഹസ്യമായി പറയുന്നത്. എന്നാൽ ഇപ്പോഴും ഈ 62 സീറ്റിനപ്പുറം എങ്ങനെ കടക്കും എന്ന ചിന്താക്കുഴപ്പത്തിലാണ് UDFും കോൺഗ്രസും. എത്ര എണ്ണി നോക്കിയിട്ടും 62-നപ്പുറം പോകുന്നില്ല. ജയിക്കാൻ പരമാവധി സാധ്യതയുള്ള സീറ്റുകൾ കൂട്ടി നോക്കിയിട്ട് പോലും 70 അടുപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ദുഃഖം. ഇത് മനസ്സിലാക്കിയ ഒരാളുണ്ട് കേരളത്തിൽ. അദ്ദേഹത്തിൻ്റെ പേര് പിണറായി വിജയൻ എന്നാണ്. പിണറായി കൃത്യമാക്കി മനസ്സിലായിട്ടുണ്ട് UDFൻ്റെ എത്ര സ്ഥാനാർത്ഥികൾ കൃത്യമായി ജയിക്കും. ആ വിജയം തടയാൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് 2 തവണ മത്സരിച്ചവരെ മാറ്റി നിർത്തേണ്ട എന്നുള്ള തീരുമാനം CPM എടുക്കാൻ കാരണം 2 തവണ മത്സരിച്ചവർ തവണ മാറി നിന്നാൽ ചിലപ്പോൾ പല സീറ്റുകളും നഷ്ടപ്പെടാതെ UDF പിടിക്കും. UDF അധികാരത്തിൽ വരും. 75-80 സീറ്റിൽ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പഴയ ആളുകൾ തുടരട്ടെ എന്ന് പിണറായി വിജയൻ ചിന്തിക്കാൻ തന്നെ കാരണം ഈ UDFലെ ഈ ഒരു അവസ്ഥയാണ്. കാരണം പഴയ ആളുകൾ, പഴയ CPM അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള CPM MLA-മാർ, ഇടത് MLA-മാർ മത്സരിച്ചാൽ അവർ പലരെയും തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം അവർ മണ്ഡലവുമായി എത്ര നല്ല ബന്ധമുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവരെ വീണ്ടും മത്സരിപ്പിക്കാൻ പിണറായി വിജയൻ തീരുമാനിച്ചത് തന്നെ ഈ UDFനെ 60 സീറ്റിൽ ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ടായിരുന്നു. സമാനമായൊരു റിപ്പോർട്ടാണ് സുനിൽ കനകോലുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് ഏതായാലും കനകോലുവിൻ്റെ നാക്ക് കരിനാക്കാകാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണത്രേ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ.